പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് സെഗ്മെന്റ് ഇപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റ് സെഗ്മെന്റ് ഒക്കെ നമുക്ക് 100% പറയാൻ പറ്റുന്ന സാധനം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാലും നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തതിന്റെ മുകളിൽ നമുക്ക് അവിടെ പോകാതിരിക്കാനോ അല്ലെങ്കിൽ അവിടെ കയറാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം വരില്ല. അപ്പം ഇനി കമ്പനിയിലേക്ക് ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും അതേപോലത്തെ സെഗ്മെന്റുകൾ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ പ്രൊഡക്റ്റിനെ നമ്മൾ ഫെയറോവയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഏതൊക്കെ കമ്പനികൾ ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലല്ല, മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിൽ ഏതൊക്കെ കമ്പനി ചെയ്യുന്നുണ്ട്, ആ കമ്പനികൾ ചെയ്യുന്ന പ്രൊഡക്റ്റിനേക്കാൾ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, പ്രൈസ് എങ്ങനെ കുറയ്ക്കാം, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത്. ഒരിക്കലും മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത എന്താ പറയുക, ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു സെഗ്മെന്റിലേക്ക് ഒരിക്കലും ഫെയറോവയിൽ കടക്കില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു പുതിയൊരു സംഭവം, അതായത് പുതിയൊരു സെക്ടർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് കമ്മ്യൂണിറ്റി കൊമേഴ്സിനുള്ള ആശയം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത്, ഇപ്പം നമുക്ക് യൂണിയന്റെ ആളുകൾക്ക് പോകുന്ന സമയത്ത് അതൊരു സിസ്റ്റത്തിലുള്ളതാണോ എന്ന് വരെ അത് ചോദിച്ചിട്ടുണ്ട്. അതായത് മൾട്ടി വെണ്ടർ സിസ്റ്റം, പുറത്തുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു അവസരം. അപ്പം ആ അവസരം ഞാൻ അതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നടന്നു വരുന്നത്. അപ്പം അങ്ങനെ ഒരു സെഗ്മെന്റ് തുടങ്ങാനുള്ള ഒരു ആശയം എന്താണ് മെയിനായിട്ട്? അതുകൊണ്ട് അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള നിയമത്തിലുള്ളതാണോ, സാധ്യതയുള്ളതാണോ, അതോ അതങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? തീർച്ചയായും. നമുക്ക് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറയുന്ന ആശയം നമ്മൾ എടുക്കാൻ കാരണം, ഒരു കമ്മ്യൂണിറ്റിക്ക് എന്തും ചെയ്യാൻ സാധിക്കും, മെയിനായിട്ട് അതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലത്തെ ചോദ്യത്തിന് തന്നെ ഞാൻ ആൻസർ പറഞ്ഞു അല്ലേ. അതായത് ഇന്ന് ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈസിയാണ്, ആശയം പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ, ഒരു പ്രൊഡക്റ്റ് വരെ എത്താൻ വേണ്ടി ഈസിയാണ്. കാരണം അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തരുന്നത് എല്ലാം ഉണ്ട്. പക്ഷെ ഫെയിലിയർ ആവുന്നത് പലപ്പോഴും മാർക്കറ്റിംഗിലാണ്, സെയിൽസിലേക്ക് വരുന്ന സമയത്താണ് ഫെയിലിയർ ആവുന്നത്. അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു സംരംഭകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് തൻ്റെ ഉൽപ്പന്നം അതിൻ്റെ ക്വാളിറ്റിയോട് കൂടിയിട്ട് ജനങ്ങളിലെത്തി ജനങ്ങൾ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നോർമലി ഒരു സംരംഭകൻ വന്നു, ആള് ചിലപ്പം കട എടുത്തിട്ടായിരിക്കാം, ലോൺ എടുത്തിട്ടായിരിക്കാം, അവരൊരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ മാർക്കറ്റിൽ നിൽക്കുന്ന മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ്സുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫൈറ്റ് ചെയ്ത് കയറാൻ പറ്റുന്നില്ല. അതിന് കാരണം മറ്റുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ബഹുരാഷ്ട്ര കുത്തക ഭീമന്മാരായിരിക്കും, അവരുടെ പരസ്യം കാര്യങ്ങളൊക്കെ കണ്ട് ആ പ്രൊഡക്റ്റിലേക്ക് പോകുന്ന ഒരാളെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഷോപ്പുകളിൽ ഇത് റീറ്റെയിലേഴ്സിന് എടുത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു പക്ഷേ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെല്ലുന്ന സമയത്ത് ക്രെഡിറ്റ് ആയിരിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ പ്ലാറ്റ്ഫോം ഫീ ഇല്ല, ഒന്നുമില്ല, മറിച്ച് അവരോട് നമ്മൾ പറയുന്നത് എന്താണ്, അപ്പോൾ അവർ ഇപ്പം ഹരീഷിൻ്റെ പ്രൊഡക്റ്റ്, ഹരീഷ് ജോബോയ്സ് പാരീസ് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ചെയ്തു, ജിതിൻ ഉണ്ണിക്കുളം സുഡിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ചെയ്തു. ദെൻ അതേപോലെ തന്നെ കണ്ണൂരിലുള്ള നമ്മുടെ പ്രിയ, അവരുടെ എന്തായിരുന്നു നമ്മുടെ ഫ്ലോറ പെറ്റൽസ്, പെട്ടെന്ന് വിട്ടുപോയി, ഫ്ലോറ പെറ്റൽസ്. ഇപ്പോൾ കുറേ നമ്മൾ മൂന്നെണ്ണത്തിന് ഉദാഹരണമുണ്ട് ഈ പ്രൊഡക്റ്റുകളിൽ. ഇപ്പോൾ ഫ്ലോറ പെറ്റൽസ് പ്രിയമണത്തിലാണ് കണ്ണൂരിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ബ്യൂട്ടി പാർലറിൽ വരുന്ന ആളുകളിൽ കൂടി മാത്രമേ പോയിട്ടുള്ളൂ. ഫ്ലോറ പെറ്റൽസ് തമിഴ്നാട്ടിലോ കർണാടകയിലോ വിൽക്കണമെങ്കിൽ ഈ വ്യക്തിക്ക് ഇവരെ സംബന്ധിച്ച് പോസിബിൾ അല്ല. പക്ഷെ ഫെയറോവയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ ആ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. ആ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഫ്ലോറ പെറ്റൽസ് അവർ 1000 രൂപയ്ക്ക് ആമസോണിൽ വിൽക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ 990 രൂപയ്ക്ക് ഫെയറോവയിൽ വിൽക്കണം. നമ്മുടെ കണ്ടീഷൻ അത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ അത് കൊടുക്കുന്നതിനേക്കാൾ ഏത് തേർഡ് പാർട്ടി വെണ്ടർ ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ക്വാളിറ്റിയോട് കൂടി കൊടുക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ ഒന്ന്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ആഡ് ചെയ്തു. ഒരിക്കലും നമ്മൾ അവരുടെ അടുത്ത് എന്ത് ചെയ്യുന്നില്ല, സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുന്നില്ല. ആമസോണിലൊക്കെ പോലെ തന്നെ അവർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അവർക്ക് ഒരു ബാക്ക്-എൻഡ്, അവർക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ബാക്ക്-എൻഡ് കിട്ടുന്നു. പ്രൊഡക്റ്റിൻ്റെ ട്രാൻസ്ഫർ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കസ്റ്റമർക്ക് അയക്കുന്നതാണെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇതേ വെണ്ടർമാർ തന്നെയാണ്. അപ്പം ആ പാർട്ടൊക്കെ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന സമയത്താണ്. ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്ന സമയത്ത് മുൻ കാലഘട്ടങ്ങളിൽ ഇതിന് കൃത്യമായിട്ടുള്ളൊരു നിയമം ഇല്ലായിരുന്നു. ഇപ്പം അതിൽ കൃത്യമായിട്ടുള്ള ചില ഗൈഡൻസിൽ നമ്മളെ ആ നിയമത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളെ ഈ വെണ്ടർഷിപ്പ് പ്രോഗ്രാമിലും നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ ഒരിക്കലും ഈ പറയുന്ന തേർഡ് പാർട്ടി വെണ്ടേഴ്സിന് നെഗറ്റീവായിട്ടോ അവർ ഒഴിവാക്കിക്കൊണ്ടോ അല്ല, അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ ഓൾറെഡി ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വെണ്ടേഴ്സിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ പറയുന്ന ഒരു കാര്യമാണ് കമ്പനിയുടെ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ 1 കോടി രൂപയുടെ മുകളിൽ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ പാർട്ട് ചെയ്തത്.
അപ്പം ഒരു തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിക്ക് എന്തുകൊണ്ടായിരിക്കും അത്രയും വലിയൊരു എക്സ്പെൻസ് സോഫ്റ്റ്വെയറിലേക്ക് ചെയ്യാനും, അല്ലെങ്കിൽ അത്രത്തോളം ഹ്യൂജ് എമൗണ്ട് സോഫ്റ്റ്വെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാനുണ്ടാകുന്ന കാരണം, അല്ലെങ്കിൽ അത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആ സോഫ്റ്റ്വെയറിലേക്ക് വന്നിട്ടുണ്ടോ? ഇത് ഫെറോബൈന്റെ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ നമ്മുടെ വീഡിയോ സോഫ്റ്റ്വെയർ ടീം കാണുന്നുണ്ടാവും, അവർക്കറിയാൻ പറ്റും. നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ്, അതിനേക്കാൾ ഒരു 50% കൂടി പ്ലസ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് 1 CR പ്ലസ് വേണം 50 മുകളിലേക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിൽ നമ്മൾ ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ. പിന്നെ ഇത്രയും വലിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെറോബൈ എന്ന് പറയുന്നത് 2024 സ്റ്റാർട്ട് ചെയ്ത് 2025 ക്ലോസ് ചെയ്യാനുള്ള കമ്പനിയല്ല, ലൈഫ് ടൈം റൺ ചെയ്യാനുള്ള കമ്പനിയാണ്. അടുത്ത ജനറേഷൻ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആണെങ്കിലും അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ പാർട്ടിൽ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകൾ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ആ മിസ്റ്റേക്കുകളെ കംപ്ലീറ്റ് കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ERP സോഫ്റ്റ്വെയർ വേറെയാണ്, അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് എൻഡിൽ കാണുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോം, ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് അത്രയും API ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എൻ്റെ റിപ്പോർട്ടുകൾ അവർ കിട്ടുന്നുണ്ട് ഇല്ലേ. ഇപ്പം പെർഫോമൻസ് റവന്യൂ എന്ന് പറയുന്നത് എല്ലാ മാസവും 2-ാം തീയതി ആവുന്ന സമയത്തേക്ക് ഈ വാലറ്റിലാണ് വരുന്നത്. ഏത് ഇൻകം ആണെങ്കിലും ഈ വാലറ്റിലാണ് വരുന്നത്. നമ്മുടെ ടീമുകളുടെ ഓരോ ആളുകളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സിസ്റ്റം അതിലുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ നിന്ന് എന്ത് ചെയ്യാണ്ട് ഫ്രണ്ട് എൻഡിലേക്ക് നമുക്ക് പുൾ ചെയ്യാനുള്ള സാധനങ്ങൾ ഓൾറെഡി ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് ട്രാക്കിങ്, നമ്മുടെ പർച്ചേസിന്റെ എൻ്റെ കാര്യങ്ങൾ ഓട്ടോമേഷനാണ്. അക്കൗണ്ട്സിലേക്ക് നമുക്ക് ഒരേ ഒരാളാണ് സ്റ്റാഫ് ഉള്ളത്, ബാക്കി അക്കൗണ്ടിങ് കംപ്ലീറ്റ് സോഫ്റ്റ്വെയറിൽ ഓട്ടോമേഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ GST ടൂൾ എല്ലാ കാര്യങ്ങളും. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഫെറോബൈ എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏറ്റവും 90% നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സോഫ്റ്റ്വെയർ ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മുന്നേ പല കമ്പനികളും വർക്ക് ചെയ്ത ആളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവരവരെ സേഫ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പുതിയൊരാൾ കടന്നു വരുന്ന സമയത്ത് അവർക്കുള്ള സംശയമാണ്. ഇപ്പം തുടക്കത്തിൽ നമുക്കുള്ള സംശയമാണ്, ഒരു ലീഡർഷിപ്പുള്ള ഒരു വ്യക്തി കടന്നു വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഫെറോബൈ ട്രീറ്റ് ചെയ്യുക. അതായത് ഒരു ടീമായിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം കമ്പനിയിൽ പുറത്തെ പല കമ്പനികളൊന്നും ആളുകൾ വലിയ നല്ല നല്ല ഓപ്ഷൻസ് നോക്കിയിട്ട്, അതായത് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പല ആളുകളും ചൂസ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീമായിട്ട് ഫെറോബൈയിൽ ഒരു വലിയൊരു ലീഡറോ അല്ലെങ്കിൽ മുന്നേ വർക്ക് ചെയ്ത ഒരു ഹ്യൂജ് ആയിട്ടുള്ള അത്ര എക്സ്പീരിയൻസ് ഉള്ള ലീഡറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫെറോബൈ എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യാൻ? ഫെറോബൈ അവർക്ക് നല്ല റെസ്പെക്ട് കൊടുക്കും, ഏറ്റവും നല്ല റെസ്പെക്ട് കൊടുക്കും. അതല്ലാതെ വേറെ എന്താ ചെയ്യാനുള്ളത്? നോർമലി ഒരു വ്യക്തി കടന്നു വരുന്ന സമയത്ത് എന്താണ് പ്രൊസീജിയർ? നോർമലി ഒരു വ്യക്തി കടന്നു വരുന്ന സമയത്ത് അവരെ ഐഡിയ ചെയ്യുന്നു, എൻട്രി ചെയ്യുന്നു, ആക്ടിവേഷൻ ചെയ്യുന്നു, ദെൻ ടീമിനെ ബിൽഡ് ചെയ്യുന്നു. ടീമായിട്ട് വരികയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ അവർക്ക് എന്താ പറയുക, അവരെ ഐഡിയ അടിച്ച് അവർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ടീമിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അല്ല, നിലവിലുള്ള ആളുകൾക്ക് ഒരു പ്രയോറിറ്റി പോലെ എന്തെങ്കിലും ഒരു പ്ലേസ്മെന്റ് റെസ്പെക്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കാം. കാരണം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ഞാൻ തമാശ പറഞ്ഞല്ല, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അല്ലാതെ ട്രീയിൽ എന്തെങ്കിലും പ്ലേസ്മെന്റ് ഇല്ല. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി ബൈനറിയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നെഗറ്റീവ് പറയുന്ന ഒരു പാർട്ടാണ്. അതായത് ചില വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുക്ക്ഡ് ലെഗ്, അങ്ങനെ പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഫെറോബൈ അത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യത്തിന്, അതായത് അൺഎത്തിക്കലി ആയിട്ടുള്ള ഒരു കാര്യത്തിനെയും നമ്മുടെ കമ്പനി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ ഒരു കാര്യം നടക്കില്ല. അത് എല്ലാവർക്കും ഒരു സംശയം തോന്നാൻ കാരണം എന്ന് വെച്ചാൽ കമ്പനി തുടങ്ങുന്ന സമയത്ത് പല കമ്പനിയിലും ആളുകൾ പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കമ്പനി തന്നിട്ടുണ്ട്. അപ്പം ഒരു ലെയർ അങ്ങോട്ട് കഴിഞ്ഞ് കമ്പനിയുടെ ഒരു സ്റ്റേബിലിറ്റി വന്നു കഴിയുമ്പോൾ ചില ആളുകളുള്ള നമ്മൾ പുറത്ത് മാർക്കറ്റിലെ ആളുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ സംശയമാണ്, ഇപ്പൊ അവരെന്നൊക്കെ പറയും കുറച്ചും കൂടി കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ കൂടെ മാറും എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫെറോബൈനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ട് ഇപ്പൊ എന്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ കമ്പനി ഡേ വണ്ണിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ എന്നാലും പുറത്തിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു സംശയിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ മുന്നോട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല, ഒരു സാധ്യതയില്ല. അത് നിങ്ങൾ നാലാള് മാത്രമല്ല തീരുമാനിച്ചത്, നമ്മൾ നാലാള് നമ്മളെ ടീമിൽ എടുത്ത് സംസാരിച്ചതല്ലേ? അല്ലെ? നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മൾ എടുത്തിട്ടുള്ള ഡിസിഷൻ. കാരണം ഇതൊന്നും ശരിക്ക് ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് സത്യസന്ധതയിലാണ്. മീൻസ് അതിന് വിള്ളലുകൾ വരുന്ന സമയത്ത് പ്രശ്നമാണ്. പിന്നെ ഇപ്പൊ ഹരീഷ് സ്റ്റാർട്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹരീഷ് ചോദിക്കുന്നതുകൊണ്ടാണ് ഹരീഷിന്റെ പേരെടുത്ത് പറയുന്നത്. ഹരീഷ് നമ്മുടെ കൂടെ സ്റ്റാർട്ടിങ് വന്നു, ഹരീഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഹരീഷ് ഇന്ന് മന്ത്ലി കുഴപ്പമില്ലാത്തൊരു ഇൻകം വാങ്ങിക്കൊണ്ടിരിക്കുന്നു, സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഹരീഷ് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് നേരത്തെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ലീഡർ കമ്പനിയിലേക്ക് വരികയാണ്, മീൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും വരികയാണ്. അപ്പോൾ അവർ സംസാരിച്ചത് ഞാൻ അവരോട് പറയണം, ഓക്കെ ഹരീഷിൻ്റെ ടീമിൻ്റെ കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇത് ഞാൻ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ മനസ്സിൽ വരും, ഈ നാളെ എന്നെക്കാൾ വലിയൊരാൾ വന്നാൽ എൻ്റെ മുകളിൽ അല്ലേ, ഒന്നത് വരും. രണ്ടാമത് ഈ കമ്പനി ഒന്നും അല്ലാതിരുന്ന സമയത്ത് സീറോയിൽ നിന്ന് ഈ കമ്പനിയെ വിശ്വസിച്ചിറങ്ങിയിട്ടുള്ള ഹരീഷിന് നമ്മൾ തരുന്ന വില എന്താണെന്ന് ആ ട്രസ്റ്റ് എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഫെറോബൈ എന്താണോ ഓരോ ദിവസം എൻട്രി കഴിച്ചിട്ട് വരുന്ന ആളുകൾ, അതല്ലാതെ ഒരു എൻട്രി ഒരു കാര്യങ്ങൾ ഫെറോബൈൽ ഒരിക്കലും ഉണ്ടാവില്ല. അത് 100% നമ്മൾ തീരുമാനിച്ചുള്ള കാര്യം. അതിന് ഏത് വലിയ ലീഡറാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾ നമ്മൾ നെഗറ്റീവ് പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വിശ്വസിക്കുന്നത് സീറോയിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് അങ്ങനെ വരുന്നവർക്കും ഈ പറഞ്ഞ വിശ്വാസം കമ്പനിയിൽ കൂടുതലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അതേപോലെ മറ്റൊരു കാര്യം, ഇപ്പം ഫെറോബൈൻ്റെ ഷോപ്പികൾ, ശരിക്കും ഫെറോബൈൻ്റെ ഷോപ്പിയുടെ ഒരു കോൺസെപ്റ്റ് എന്താണ് നിങ്ങൾ എക്സാക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഫെറോബൈയുടെ ഷോപ്പി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹോം ഷോപ്പിയാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹോം ഷോപ്പിയാണ്. അപ്പോൾ നമ്മൾ ഡെലിവറി കുറച്ചുകൂടി ഈസി ആവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് മാത്രം, അതായത് നമ്മുടെ സൈറ്റിൽ ഒരു ഫെറോബൈ ഷോപ്പി തുടങ്ങാൻ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ത്രൂ ആണ് അത് ഡീൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും മാനുവലി ഒരാൾ വന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുക കാര്യങ്ങളൊന്നുമില്ല. ഒരാൾ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ എന്താ ഒരു ഹോം ഷോപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി സൈറ്റിലുണ്ട്. ജസ്റ്റ് 1 ക്ലിക്ക്, ആ ക്ലിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അഡ്മിൻ പാനിലേക്ക് ആപ്ലിക്കേഷൻ വന്നു, നമ്മൾ വെരിഫൈ ചെയ്യുന്നു ഈ പിൻ കോഡിൽ ഷോപ്പി വേറെ ഉണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ആ വ്യക്തി ഈ ഒരു ഹോം ഷോപ്പി നടത്താനുള്ള ക്രൈറ്റീരിയ ഉള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ അപ്രൂവ് കൊടുക്കുന്നു. അപ്രൂവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഷൻ ഡെപ്പോസിറ്റ് ആണ്, അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്പനി പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നു, ആ പിൻ കോഡിൽ ഡെലിവറിക്ക് അവർക്ക് കൊടുക്കാം. ഇത് നമ്മൾ നോക്കിയിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്, പലപ്പോഴും ഡയറക്റ്റ് സെല്ലിങ്ങിൽ വരുന്ന മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡെലിവറി എന്ന് പറയുന്നത് കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. നേരെ മറിച്ച് ഇതൊരു പിൻകോഡിൽ ഒരാൾ ഒരു ഷോപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും, ആ പിൻകോഡിൽ ആ ഷോപ്പി ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഡെസ്റ്റിനേഷനിലുള്ള ആൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്കും കൂടി ഡെലിവറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി വരും. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ വന്ന് അവർ ഈ ഷോപ്പി അവർക്ക് വലിയ കുഴപ്പമില്ല, നഷ്ടമൊന്നുമില്ല, ഭയങ്കര ലാഭം ഒരിക്കലും ഷോപ്പിയിലുണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല. സെയില് റീറ്റെയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിത്യോപയോഗ സാധനങ്ങളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റീറ്റെയിൽ നടക്കുന്നുണ്ട്. റീറ്റെയിൽ നടക്കുന്ന സമയത്ത് അതിൽ ചെറിയ പ്രോഫിറ്റ് വരുന്നു, അവർക്കൊരു കോൺഫിഡൻസ് ആവുന്നു. ആ കോൺഫിഡൻസ് വരുന്ന സമയത്ത് അവർ നെക്സ്റ്റ് ഷോപ്പിയിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയിട്ടുള്ള പല ഹോം ഷോപ്പികളും ഇപ്പോൾ ഷോപ്പി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ വീക്കിൽ നമ്മൾ ഈ ഷോപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഷോപ്പി ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി കൂടുതൽ പ്രൊഡക്റ്റുകൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും വരുന്നു. ഇനി നെക്സ്റ്റ് തേർഡ് നമ്മൾ നോക്കുന്നത് ഒരു 2 വർഷത്തിന് ശേഷമാണ്, 2027 കൂടിയിട്ട് നമ്മുടെ ഓരോ ഏരിയ ബേസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിന് അനുസരിച്ച് ഓൾമോസ്റ്റ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഈ ഷോപ്പിൽ കൂടി തന്നെ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അത് കമ്പനിയുടെ ഓൺ പ്രോഡക്റ്റ് ആണോ, അതോ ഇൻക്ലൂഡിംഗ് മൾട്ടി വെണ്ടർ എല്ലാം? പിന്നെ അതുപോലെ തന്നെ ഈ ഹോം ഷോപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഈ ഒറ്റ വാലറ്റിലെ ത്രൂ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഹോം ഷോപ്പി എടുത്തുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്, നമ്മളൊരിക്കലും നമ്മൾ ഇവിടെ വന്നിട്ട് കണക്കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് നടക്കുന്ന സെയിൽസിന് അവർക്ക് എന്താണ് ഇൻകം, അവരുടെ ഈ വാലറ്റിൽ ഓൾറെഡി അത് ഡിസ്പ്ലേ എത്തിയിട്ടുണ്ടാവും, പിറ്റേ ദിവസം അവർക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ ഹോം ഷോപ്പിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം OTP വെരിഫിക്കേഷൻ തരുന്നത്, അതിന്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്തായിരുന്നു? അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ പാർട്ടാണ്. അതായത് ഉദാഹരണത്തിന് ഞാൻ ഡയറക്ട് സെല്ലിംഗ് കമ്മിറ്റി വർക്ക് ചെയ്യുന്ന ആളാണ്, ഹരീഷ് എൻ്റെ ടീമിലുള്ള ആളാണ്. ഞാൻ ഹരീഷിൻ്റെ അടുത്ത് ഒന്ന് പ്ലാൻ പറഞ്ഞു, ഹരീഷ് എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഹരീഷിൻ്റെ പ്രൊഡക്റ്റ് നോർമലി കൊണ്ടുതരുന്നത് ഞാനായിരിക്കും അല്ലേ. അപ്പോൾ ഞാനൊരു ഷോപ്പിൽ പോയി, നമ്മുടെ ഹോം ഷോപ്പിൽ പോയി, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ പോയി. ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഹരീഷിൻ്റെ ID എന്താണോ, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ID ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ യൂസർ നെയിം എന്താണോ ഞാനത് കൊടുക്കുന്നു. ഞാൻ അവിടെ നിന്ന് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്നു, ഞാൻ ഹരീഷിന് തരുന്നു. ഒരു സിനാരിയോ, ഞാൻ ഹരീഷിന് പ്രൊഡക്റ്റ് തന്നു, പക്ഷെ ഹരീഷിന് ഒന്നും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞാനുമായിട്ട് എന്തോ ഒരു ക്ലാഷ് വന്നു. ഹരീഷ് കമ്പനിയിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു, എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. ഇത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഒന്ന്. ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് എടുത്തു, ഞാൻ ഈ പ്രൊഡക്റ്റ് ഹരീഷ് തന്നിട്ടില്ല, ഞാൻ തന്നു എന്ന് പറഞ്ഞു, ഹരീഷ് കംപ്ലൈൻറ്റ് ചെയ്തു, പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. സത്യത്തിൽ പ്രൊഡക്റ്റ് എവിടെയാണെന്നുള്ളത് കമ്പനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മുടെ സിസ്റ്റത്തിലാവുന്ന സമയത്ത് ഞാനാണ് ഹരീഷിൻ്റെ ലീഡർ, ഹരീഷിനെ കൊണ്ടുവന്നത് ഞാനാണ്. ചിലപ്പോൾ ഞാൻ തന്നെ എനിക്ക് പൈസ വാങ്ങി ഞാൻ ഹരീഷിൻ്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് തന്നിട്ടുണ്ടാകും,
പക്ഷെ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹരീഷിന്റെ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP ഞാൻ സ്റ്റോറിലാണെങ്കിലും അതല്ല നമ്മുടെ ഹോം ഷോപ്പിക്കാണെങ്കിലും കൊടുത്തു കഴിയുന്നതോടുകൂടി മാത്രമാണ് പ്രൊഡക്റ്റ് അവിടെ കിട്ടുന്നത്. അതോട് കൂടിയിട്ട് നമുക്ക് എന്തായി, നമ്മുടെ ഹോം ഷോപ്പിൽ ഈ സ്റ്റോക്ക് ഹരീഷിന് തന്ന പ്രൊഡക്റ്റ് ഏതാണ് ആ സ്റ്റോക്ക് ഹോം ഷോപ്പിൽ മൈനസായി. അപ്പോൾ ഹോം ഷോപ്പിയുടെ സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് നമ്മളവിടെ അഡ്മിൻ പാനലിൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു 10-15 എൻട്രി വരുന്നതോട് കൂടിയിട്ട് ഇവരിവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യും, അവിടേക്കുള്ള ഹോം ഷോപ്പിലേക്കുള്ള പ്രൊഡക്റ്റ് അയക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ആ ലൈവ് ട്രാക്കിംഗ് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള ക്ലിയറൻസ് ആ കസ്റ്റമർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് നമ്മളൊരു ID രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ID രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വേറെ 1-2 കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ മറ്റൊരാളെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്ത് അയാളുടെ പേരിൽ ID രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ OTP വെരിഫൈ ചെയ്തിട്ടായിരിക്കണം ID രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ID-യിൽ ഒരു പാൻ കാർഡിലുള്ള 3 ID രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? അതിപ്പോൾ നമ്മൾ ഇപ്പം ഞാനൊരാള് സാറിന് താഴെ ഞാൻ ID അടിച്ചു, വർക്ക് ചെയ്തു, പക്ഷേ ആ ട്രീ അത്ര നന്നായിട്ട് പോകുന്നില്ല, എനിക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് ബാക്കി 2 ID ഇരിക്കാൻ ഓപ്ഷൻ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇല്ല, ആ ഒരൊറ്റ നിങ്ങളുടെ ഫസ്റ്റ് ID ഏതാണോ ആ ID-യുടെ ലെഫ്റ്റ് റൈറ്റ് മാത്രമേ അതിന് താഴേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശരിക്കും സോഫ്റ്റ്വെയറിൽ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. അല്ല വേറെ ഒന്നല്ല, നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം പോസിറ്റീവ് ഉണ്ടോ നമ്മൾ അതിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് ആണ് പല ആളുകളും കാണുന്നത്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ചിന്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പ്രാക്ടിക്കലി നമുക്ക് ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ജസ്റ്റ് എൻ്റെ മൈൻഡിലുള്ള ഞങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടുള്ള സംശയങ്ങൾ അതൊരു പക്ഷേ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവുന്നതാണെന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ചെയ്തത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതല്ലാത്ത ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ പറ്റിയും അല്ലെങ്കിൽ ഫെയറോബിനെ പറ്റിയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു പ്രീതി സാർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്.